ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ, അതോടൊപ്പം തന്നെ നാളത്തെ ടെക്നിക്കൽ വ്യൂ. നിഫ്റ്റി ക്ലോസ് ചെയ്തത് 14,644 123 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. സെൻസെക്സ് ക്ലോസ് ചെയ്തത് 49,792 393 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത് 32,543 118 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. നിഫ്റ്റി ഐ ടി ക്ലോസ് ചെയ്തത് 26,619 576 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. ആൻഡ് ഫൈനലി BSE S&P സ്മോൾ ക്യാപ്പ് ക്ലോസ് ചെയ്തത് 18,743 108 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട്. നിഫ്റ്റിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് നോക്കുകയാണെന്ന് പ്രീവിയസ് ക്ലോസിംഗ് വാസ് 14,521, ഇന്നത്തെ ഓപ്പണിംഗ് വന്ന് 14,538. ഒരു ഫ്ലാറ്റ് മോഡൽ തന്നെയാണ് ഓപ്പൺ ചെയ്തത്, ലിറ്റിൽ ഒരു സ്മോൾ ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ട്. ആക്ച്വലി ഇന്ന് ഒരുവിധം എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു, ബിക്കോസ് ഗ്ലോബൽ ക്യൂസ് വെയർ മിക്സ്ഡ്. ആൻഡ് അതിലുപരി നമ്മളുടെ SGX ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് അറൗണ്ട് 40-60 പോയിൻറ്റ്സ് ഡൗൺ ആയിരുന്നു. സോ അതെല്ലാം കടത്തി വെട്ടിക്കൊണ്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ട് ഇന്ന് ഓപ്പൺ ചെയ്തു. ആൻഡ് ഡേ വെൻറ്റ് അപ്പ് ടു 14,666. ഡേ ലോ വാസ് 14,517 ആൻഡ് 123 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 14,644 ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇന്ന് നിഫ്റ്റിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ സഹായിച്ച പ്രധാനപ്പെട്ട സ്റ്റോക്സിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ റിലയൻസ്, ഇൻഫോസിസ്, HDFC, TCS, അദാനി പോർട്സ്, മെനി മോർ. അതേസമയം ഡ്രാഗ് ചെയ്യിപ്പിച്ചു എന്ന് പറയുന്ന സ്റ്റോക്കുകൾ HDFC ബാങ്ക് കിട്ടാം, ശ്രീ സിമൻസ്, ITC, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, SBI ലൈഫ്, അങ്ങനെ കുറച്ച് സ്റ്റോക്സ് മാത്രമാണ് ഇന്ന് ഡ്രാഗ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഈസ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്ലോസിംഗ് വാസ് 32,424 ആൻഡ് ഇന്നത്തെ ഓപ്പണിംഗ് വന്നിട്ട് 32,388. ഒരു ഗ്യാപ്പ് ഡൗണോട് കൂടിയിട്ടാണ് ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡേ ഹൈ വെൻറ്റ് അപ്പ് ടു 32,607. ഡേ ലോ വാസ് 32,322 ആൻഡ് 118 പോയിൻറ്റ്സിൻ്റെ ഗെയിനോട് കൂടിയിട്ട് 32,543 ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്യുകയായിരുന്നു. നിഫ്റ്റിയിലും ഇന്ന് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ബാങ്ക് നിഫ്റ്റിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ സഹായിച്ച പ്രധാനപ്പെട്ട സ്റ്റോക്സുകൾ നോക്കുകയാണെങ്കിൽ SBI, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, IDFC, ഫസ്റ്റ് ബാങ്ക്. അതേസമയം ഒരു പുൾ ഡൗൺ, ഒരു ഡ്രാഗ് ചെയ്യിപ്പിച്ച സ്റ്റോക്സുകൾ HDFC ബാങ്ക്, കൊട്ടക് മഹീന്ദ്ര, ബന്ധൻ ബാങ്ക്, RBL ബാങ്ക്. ഇന്നത്തെ റാലിയും, അതായത് ഇൻഫാക്റ്റ് ഇന്നലത്തെ റാലിയും റാലിക്ക് പ്രധാനമായിട്ടുള്ള കാരണം നമ്മളുടെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് ക്വാർട്ടർലി ഏണിങ്സ് തന്നെയാണ്. സോ ഓട്ടോ സെക്ടറും IT, മെറ്റൽസ് ആൻഡ് PSU ബാങ്ക്സ് എല്ലാവരും നല്ലൊരു സപ്പോർട്ടാണ് മാർക്കറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഡെഫിനറ്റ്ലി പോസിറ്റീവ് ഗ്ലോബൽ ക്യൂസും അതിൻ്റെ ഇടയിൽ ഒരു ബൂസ്റ്റ് പകർന്നിട്ടുണ്ട്. ആൻഡ് ടുഡേ ബ്രോഡർ മാർക്കറ്റ്സ് ഹാവ് ആൾസോ ക്ലോസ്ഡ് ഗ്രീനിൽ തന്നെയാണ്, മിഡ് ക്യാപ്പ് 100ഉം അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പും. ആൻഡ് ഇന്ത്യ വിക്സ് ഡിക്ലൈൻ ഫർദർ ബൈ 5.90%, അതായത് 22.89 നിന്ന് 21.55 ലെവലിലേക്ക്. നിഫ്റ്റിയുടെ കീ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് 14,550 സെക്കൻഡ് ഈസ് 14,460. അതേസമയം റെസിസ്റ്റൻസ് ലെവൽസ് 14,700 സെക്കൻഡ് 14,740 ആകുന്നു. അതേസമയം ബാങ്ക് നിഫ്റ്റിയുടെ പിവോട്ട് ചാർട്ട് അനുസരിച്ചിട്ട് ഫസ്റ്റ് സപ്പോർട്ട് കാണാൻ കഴിയുന്നത് 32,370 സെക്കൻഡ് ഈസ് 32,200. അതേസമയം റെസിസ്റ്റൻസ് 32,650 സെക്കൻഡ് ഈസ് 32,760. ഓപ്ഷൻ ഫ്രണ്ടിൽ ഓപ്ഷൻ ചെയിൻ നോക്കുമ്പോൾ കോളിൻ്റെ OA ഏറ്റവും കൂടുതൽ 15,000 സ്ട്രൈക്കിലാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,800 തേർഡ് ഈസ് 14,700. കോൾ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ 15,000 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 15,100 തേർഡ് ഈസ് 15,200 ലെവലിലുമാണ്. അൺവൈൻഡിങ് ഏറ്റവും കൂടുതൽ 14,500 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,400 തേർഡ് ഈസ് 14,300. പുട്ടിൻ്റെ OI മാക്സിമം 14,000 സ്ട്രൈക്കിലും സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,900 തേർഡ് ഈസ് 14,500. അതേസമയം റൈറ്റിംഗ് ഏറ്റവും കൂടുതൽ 14,600 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 14,500 തേർഡ് ഈസ് 14,300 ലെവൽസിലുമാണ്. അൺവൈൻഡിങ് കുറച്ചൊക്കെ നടന്നിട്ടുണ്ട്, വിച്ച് ഈസ് 14,100 സെക്കൻഡ് ഹൈസ്റ്റ് ഈസ് 13,800 ആൻഡ് തേർഡ് ഈസ് 15,000 സ്ട്രൈക്കിലും. ആൻഡ് മാക്സ് പെയിൻ അറ്റ് 14,300 ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഇന്നത്തെ Q3 റിസൾട്ട് അനൗൺസ്മെൻറ്റ് നടത്തിയ മെയിൻ കമ്പനീസ് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ L&T, ഹാവൽസ് ഇന്ത്യ, ഫിലിപ്സ് കാർബൺ ബ്ലാക്ക്, ബജാജ് ഫിനാൻസ്,
അങ്ങനെ ഒത്തിരി കമ്പനീസ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ കമ്പനികളെല്ലാം നല്ലൊരു പ്രോഫിറ്റിലാണ് Q3 കവർ ചെയ്തിട്ടുള്ളത്. ആൻഡ് നാളെ ദർ ഈസ് ടൺ കണക്കിന് കമ്പനീസ് ഉണ്ട് നാളെ റിസൾട്ട് പുറത്ത് വരാനിരിക്കുന്നത്. ഓക്കെ, സോ അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഏഷ്യൻ പെയിൻറ്റ്സ്, ബജാജ് ഓട്ടോ, MCX ഇന്ത്യ, SBI കാർഡ്സ്, ബൈക്കോൺ, ബന്ധൻ ബാങ്ക്. Okay, lot of companies. So please go to NSE website and check with that. അതേസമയം FIs ആൻഡ് DIs ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്ന് FIസിൻ്റെ ഭാഗത്ത് നിന്ന് ഗംഭീര ഒരു പർച്ചേസിംഗ് ആണ് നടത്തിയിട്ടുള്ളത്, വിച്ച് ഇസ് 2289 crores. അതേസമയം DIസിൻ്റെ ഭാഗത്ത് നിന്ന് അത്ര വലിയൊരു സെൽ ഓഫ് നടന്നിട്ടില്ലെങ്കിലും ജസ്റ്റ് 864 crores സെൽ ഓഫാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് സ്റ്റോക്സ് എന്ന് ബാൻ ആയിട്ടുള്ളത്, F&O ബാൻ ചെയ്തിട്ടുള്ളത് സൺ TV നെറ്റ്വർക്ക് പുതുതായിട്ട് കയറിയിട്ടുണ്ട്, ആൻഡ് സെയിൽ. സോ പ്ലീസ് വാച്ച് ദോസ് സ്റ്റോക്സ്. ആൻഡ് കുറച്ച് സ്റ്റോക്സുകളിൽ ലോങ് ബിൽഡപ്പ് കാണാൻ കഴിയുന്നത് അപ്പോളോ ടയർ, PNB, ഹാവൽസ്, ബാങ്ക് ഓഫ് ബറോഡ, ഫെഡറൽ ബാങ്ക്, ജിൻഡാൽ സ്റ്റീൽ, ടാറ്റ മോട്ടോഴ്സ്, നോക്രി, SRF. പ്ലീസ് ഈ സ്റ്റോക്സുകളൊക്കെ നിങ്ങൾക്ക് നാളത്തെ ഒരു ഇൻട്രാഡേക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിന് ഞാൻ ടാർഗറ്റോ ട്രിഗറോ തരുന്നില്ല. വെനെവർ യു ഗെറ്റ് ചാൻസ്, ഗെറ്റ് ഇൻ ആൻഡ് ബുക്ക് ദ പ്രോഫിറ്റ്. ഇനി നാളത്തേക്ക് ഇൻട്രാഡേക്ക് പറ്റിയ ബെസ്റ്റ് കുറച്ച് സ്റ്റോക്സ്. ഫസ്റ്റ് വൺ വിപ്രോ, ബൈ അബവ് 447, ടാർഗറ്റ് 460, യു ക്യാൻ ഷോർട്ട് ബിലോ 441. നെക്സ്റ്റ് അദാനി പോർട്സ്, ബൈ അബവ് 562, ടാർഗറ്റ് 574, യു ക്യാൻ ഷോർട്ട് ബിലോ 552. Next is SBIN, buy above 305, target 311, you can short below 295. Next one is JSW Steel, buy above 402, target 412, you can short below 395. Next is Tata Motors, buy above 276, target 295. See, if you want, you can hold this stock. Okay, and below 265 പോവുകയാണെങ്കിൽ you can take short. Next, Adani Transport, buy above 462, target 476, you can short below 455. Next, Chola Finance, buy above 462, target 476, short below 455. Next is Bajaj Finserv, Bajaj Finance, Bandhan Bank. ഇത് നിങ്ങളുടെ റഡാറിൽ കീപ്പ് ചെയ്തോളൂ. ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ചാൻസ് ടുമാറോ. ഫ്രണ്ട്സ്, ഇന്നത്തേക്ക് ഇത്രമാത്രം. ആൻഡ് നാളെ വീക്ക്ലി എക്സ്പയറിയാണ്, കെയർഫുൾ. അതിലുപരി ഇന്ന് ജോ ബൈഡൻ്റെ സ്വാൺ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അറ്റ് പ്രസൻറ്റ്. ആൻഡ് മാർക്കറ്റ്സ്, US മാർക്കറ്റ്സ് എല്ലാം നല്ലൊരു ഗ്രീൻ മോഡൽ തന്നെയാണ്. ഹോപ്പ് ഇറ്റ് വിൽ കണ്ടിന്യൂ ടുമാറോ മോർണിംഗ്. ഇന്ന് ട്രേഡിംഗ് ക്ലോസ് ചെയ്യുന്നവർ അത് കണ്ടിന്യൂ ചെയ്യുന്നു വിചാരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ നാളെ നല്ലൊരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കാം. സോ ഈ പറഞ്ഞിട്ടുള്ള ടാർഗറ്റോ ട്രിഗറോ സ്റ്റോക്സോ നിങ്ങൾക്ക് അതിനെ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. അത് വിചാരിച്ചാൽ നിങ്ങൾ ട്രേഡ് മിസ്സാക്കേണ്ട. നല്ല സ്റ്റോക്സുകളാണ് തന്നിട്ടുള്ളത്. നിങ്ങളുടേതായ ഒരു ചാൻസ് കിട്ടുമ്പോൾ ട്രേഡ് എടുക്കുക. ഓക്കെ, ഈ ടാർഗറ്റും ഈ ട്രിഗറെല്ലാം മറന്നേക്കും ഇഫ് ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺ നാളെ കിട്ടുകയാണെങ്കിൽ എന്നും പറയുന്ന കാര്യമാണ്. ബട്ട് ബിഗിനേഴ്സിനോട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് മാത്രം. ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ആൻഡ് ദിസ് ഈസ് ഓൾ ബേസ്ഡ് ഓൺ മൈ പേഴ്സണൽ വ്യൂ. മൈ വ്യൂ മേ ഗെറ്റ് റോങ്. Don't follow it blindly. Consult a financial advisor before you enter the market or trade. And don't forget to subscribe my channel. Please subscribe my channel. Hit the like button. Share it. Money എന്തായാലും അടിച്ചോളൂ. Ting ting. Happy trading. Take care. Good night.